ഞാൻ സാജൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് കേരള സർക്കാർ തുടർന്നു വരുന്നത് ഏകജാലക പ്രവേശനമാണ്. ഇതിപ്പോൾ ഹയർ സെക്കൻഡറിക്ക് മാത്രമല്ല, VHSC പ്രവേശനത്തിനായാലും ഡിപ്ലോമ കോഴ്സുകളുടെ പ്രവേശനത്തിനായാലും ഒക്കെ അവലംബിക്കുന്നത് ഏകജാലക പ്രവേശന രീതിയാണ്. പക്ഷെ ഹയർ സെക്കൻഡറിയുടെ ഏകജാലക പ്രവേശനം ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഏറെ അംഗീകാരങ്ങൾ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ്. വിവരസാങ്കേതിക വിദ്യയെ അതിസമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന അവാർഡുകൾ അഖിലേന്ത്യാ തലത്തിൽ കരസ്ഥമാക്കിയിട്ടുള്ളതാണ് ഹയർ സെക്കൻഡറി തലത്തിലെ ഏകജാലക സംവിധാനം. ഇത് പ്രകാരം ഒരു റവന്യൂ ജില്ലയിൽ ഒരു കുട്ടി ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതുള്ളൂ. അതായത് ഇപ്പോൾ തൃശ്ശൂരിലെ 165 ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കായി ഒരു കുട്ടി ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അപേക്ഷ നൽകിയാൽ മതി. അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ, സ്കൂളുകൾ ഓപ്ഷനുകളായി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അവലംബിക്കുന്ന രീതി. ഏകജാലക സംവിധാനത്തില് സാധാരണ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ള ഉത്കണ്ഠ എങ്ങനെ ഈ അപ്ലിക്കേഷൻ നൽകുമെന്നുള്ളത് സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. റവന്യൂ ജില്ലയിൽ ഒരൊറ്റ അപേക്ഷ മാത്രമേ നമ്മൾ നൽകേണ്ടതുള്ളൂ. അത് ഇന്റർനെറ്റ് സംവിധാനമുള്ള എവിടെയും നമുക്ക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സ്കൂളിലോ കഫേകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കയ്യിൽ കരുതേണ്ട സംഗതികൾ: ഒന്ന്, ആധാർ നിർബന്ധമാണ്. ആധാറിന്റെ കോപ്പി നമ്മൾ കരുതണം. ഇപ്പൊ റിസൾട്ട് വന്നിട്ടുള്ള SSLCയുടെ പ്രിന്റ് ഔട്ട് നമ്മൾ കയ്യിൽ കരുതണം. മറ്റൊന്ന്, കലാകായിക രംഗത്തൊക്കെ നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ നമ്മൾ കരുതണം. മറ്റൊന്ന്, നീന്തലൊക്കെ നമുക്കറിയാം, അതിന് അടിസ്ഥാനമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നമ്മൾ കരുതണം. NCC, സ്കൗട്ട്, ഗൈഡ് പോലുള്ള മേഖലകളിൽ നമ്മൾ വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നമ്മൾ, അവയുടെ കോപ്പികൾ നമ്മൾ കയ്യിൽ കരുതണം. ഇത്തരം രേഖകൾ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഏകജാലക ആപ്ലിക്കേഷൻ നൽകാനായിട്ട് മുതിരേണ്ടത്. ഞാൻ ഇതിന്റെ ഒരു അപേക്ഷ നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. ആ ഒരു ക്രമത്തിലാണ് ഞാൻ പറയാനായിട്ട് ഉദ്യമിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് കോഡ് ആൻഡ് നെയിം ഓഫ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇപ്പൊ കേരളത്തിലെ SSLC 2020 മാർച്ചിൽ പാസ്സായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നായിരിക്കും അതിന്റെ കോഡ്. അപ്പൊ അതിന് തത്തുല്യമായിട്ട് അപ്പുറത്തെ ഭാഗത്ത് SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2019-20 എന്ന് തെളിയും. അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ കൊടുക്കുക. നമ്മൾ SSLC പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ കൊടുക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പൊ ഏകജാലക സംവിധാനത്തിലെ ഡാറ്റാബേസിലേക്ക് ഇന്നിപ്പോ ഈ 2020 മാർച്ചിൽ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്ന മാത്രയിൽ അടിസ്ഥാന വിവരങ്ങളെല്ലാം സ്ക്രീനിൽ തരും. മറ്റൊന്ന്, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആണ്. ഇപ്പൊ ഈ സ്ട്രീമിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാർച്ച് 2020 എന്നവിടെ തെളിയും. നാലാമതായിട്ട് വരുന്നത് നമ്മൾ SSLC പാസ്സായ ആ സ്കൂളിന്റെ കോഡും പേരുമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLCയുടെ കോഡല്ല, ഹയർ സെക്കൻഡറിയുടെ കോഡാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. 08 തുടങ്ങുന്ന ആ ഒരു കോഡാണ് നമ്മളവിടെ നൽകേണ്ടത്. അപ്പൊ തൊട്ടപ്പുറത്തെ കോഡ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പേര് അപ്പുറത്ത് തെളിയും. പേര് ഞാൻ പറഞ്ഞ നേരത്തെ മാർച്ചിൽ, ഈ 2020 മാർച്ചിൽ എഴുതിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പേര് അവിടെ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവും. പിന്നെ അതിന്റെ അടിയിൽ ആധാർ നമ്പർ എഴുതാനായിട്ടുള്ള കള്ളിയുണ്ട്, അതിനകത്ത് ആധാർ നമ്പർ നമ്മൾ കൊടുക്കുക. പിന്നെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, അത് കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക. കാറ്റഗറി കോഡ് അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഡാറ്റാബേസിലൂടെ വരില്ല. അത് ജനറൽ ആവാം. അതായത് ഇപ്പോ
ഹിന്ദു വിഭാഗത്തിൽ തന്നെ, ഹിന്ദു മതത്തിൽ തന്നെ ഇപ്പൊ നായർ, നമ്പൂതിരി, വാര്യർ ഉൾപ്പെടെയുള്ള ഉയർന്ന കാസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ വരും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ RC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ വരും, അത് കൊടുക്കുക. ഇനിയിപ്പോ മറ്റേ സംവരണ വിഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈഴവയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക കോഡുണ്ട്, അത് നോക്കി നമ്മൾ കൊടുക്കണം. ഈഴവ പ്രത്യേക കോട്ടയുണ്ട്, 8% കോട്ടയുണ്ട്. മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ആ പ്രത്യേകമായിട്ട് ആ വിഭാഗത്തിന്റെ കോഡ് നമ്മൾ തെറ്റുകൂടാതെ കൊടുക്കേണ്ടതുണ്ട്. SC ST വിഭാഗങ്ങൾക്ക് പ്രത്യേക കോട്ടയുണ്ട്, അപ്പൊ ആ കാറ്റഗറിയുടെ കോഡ് തെറ്റുകൂടാതെ നമ്മൾ കൊടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു ജാഗ്രത നമ്മൾ പുലർത്തണം. എന്താ വെച്ചാൽ പ്രത്യേക കോട്ടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ കരുതൽ വേണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സാധാരണ പുതിയ സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, മറ്റൊന്ന് നെയിം ഓഫ് ഗാർഡിയൻ, അത് നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആരാണോ, അച്ഛനാണോ അമ്മയാണോ നിലവിൽ ഗാർഡിയൻ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി മറ്റൊന്ന് OEC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ചോദ്യം ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടൻ, ഇപ്പോ തീരപ്രദേശത്താണെന്നുണ്ടെങ്കിൽ അരയ, മുക്കുവ വിഭാഗങ്ങൾ, ധീവര വിഭാഗങ്ങളൊക്കെ OEC-യിലാണ് വരുന്നത്. അപ്പൊ അവർ പ്രത്യേകം ടിക്ക് ആ ഭാഗത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന് വെദർ ആപ്ലിക്കൻ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷാ ന്യൂനപക്ഷം, അത് നമ്മളൊക്കെ ഭാഗമായി വരുന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അത് യെസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് നോ കൊടുക്കണം. പിന്നെ മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള മറ്റു വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കോട്ട വരുന്നുണ്ട്. ഓർത്തോപെഡിക്കലി ചലഞ്ചഡ് ആണോ, ബ്ലൈൻഡ് ആണോ, ഡീഫ് ആണോ, മെന്റൽ ഓർ ബ്രെയിൻ ഡിസീസ്, അത് അത്തരം വരുന്ന കുട്ടികൾ പ്രത്യേകം അവിടെ ഒരു ടിക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ IED എന്ന് പറയും നമ്മൾ, അതായത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ, ഭിന്നശേഷി വിഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജില്ലാതലത്തിൽ ഒരു പ്രത്യേക കൗൺസിലിംഗ് പ്രോഗ്രാം നടത്തും. അത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ മോഡൽ ഗേൾസിലാണ് നടക്കാറുള്ളത്. അപ്പൊ അവിടെ ആ ദിവസം പത്രങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു കൗൺസിലിംഗ് നടന്ന ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റിലെ നമ്പറാണ് അവിടെ നമ്മൾ ചേർക്കേണ്ടത്. അതിനനുസരിച്ച് അവർക്ക് വളരെ കാര്യമായ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപ്പൊ അത്തരം വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ആ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന അഡ്രസ്സാണ്, അത് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റ് കറക്റ്റായിട്ട്, അതിന് കോഡ്, അത് നമ്മൾ ആ പ്രോസ്പെക്ടസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ കോഡ് കൊടുക്കണം. ജില്ലയുടെ കോഡ് കൊടുക്കണം, താലൂക്കിന്റെ കോഡ് കൊടുക്കണം, ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനൊക്കെ ബോണസ് മാർക്കുകളുണ്ട്. ഇപ്പൊ സെയിം പഞ്ചായത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ എന്നുണ്ടെങ്കിൽ പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. സെയിം താലൂക്കാണെന്നുണ്ടെങ്കിൽ, സെയിം ജില്ലയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം വെയിറ്റേജ് ഉണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഉദ്ദേശിക്കുന്ന ഗ്രാമപഞ്ചായത്തല്ലേ, നമ്മൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തല്ലേ, താലൂക്കല്ലേ എന്നുള്ള കാര്യം വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കാം. മറ്റൊന്ന് പെർമനന്റ് അഡ്രസ്സാണ്. അത് മിക്കവാറും നമ്മുടെ മേലെ കാണിച്ചിട്ടുള്ള അഡ്രസ്സ് തന്നെയായിരിക്കും. രണ്ടാമത് വരുന്ന കമ്മ്യൂണിക്കേഷനായിട്ടുള്ള അഡ്രസ്സും ഏറെക്കുറെ ഒരേപോലെ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ അത് ശ്രദ്ധാപൂർവം നോക്കുക, സ്ക്രീനിൽ വരുമ്പോൾ ശ്രദ്ധാപൂർവം നോക്കുക. മറ്റൊന്ന് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി ഇമെയിൽ അഡ്രസ്സ്, അതിന് ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തില് കൃത്യമായ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ID കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തതായി ബോണസ് പോയിന്റുകൾക്ക് അർഹത നൽകുന്ന വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നൽകാനായിട്ടുള്ള അവസരമാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് വരുന്നത് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്വിമ്മിങ്, SPC, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്. അപ്പൊ അതിനുള്ള ടിക്ക് ആ കള്ളിയിൽ നമുക്ക് കൊടുക്കണം. മറ്റൊന്ന് ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ, ഒരു യുദ്ധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഒരു ജവാന്റെ ആശ്രിതന് ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ ഇൻ സർവീസ് ഓർ എക്സ് സർവീസ്, വിരമിച്ച അല്ലെങ്കിൽ നിലവിൽ സർവീസിലുള്ള ഒരു ജവാന്റെ ആശ്രിതൻ കൊടുക്കാനായിട്ടുള്ള പ്രത്യേകം കള്ളി കൊടുക്കേണ്ട ബദല് കൊടുക്കുക. മറ്റൊന്ന് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, അതില് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ,
അത് ഏത് സ്ഥാനമാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം സ്റ്റേറ്റ് ലെവലില്. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ അത് ഈവൻ പാർട്ടിസിപ്പേഷൻ പോലും നോട്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 1ാം സ്ഥാനം അങ്ങനെയുള്ളത് നോട്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. മറ്റൊന്ന് പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്കൂൾ കലോത്സവം. സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അങ്ങനെ അത് കിട്ടിയ സ്ഥാനം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് രേഖപ്പെടുത്താം. ജില്ലാ തലത്തില് അതിവിടെ ഗ്രേഡുകളായിട്ടാണ് വരുന്നത്. ABC വരെയുള്ള ഗ്രേഡുകൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനായിട്ടുള്ള അവസരമുണ്ട്. ഇനി മറ്റൊന്ന് നാഷണൽ സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റ് ഫോർ NTS നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അതിന്റെ കോപ്പികൾ വേണം. അത് യെസ് ഓർ നോ നമുക്ക് ടിക്ക് ചെയ്യാനായിട്ടുള്ള അവസരം വരുന്നുണ്ട്. മറ്റൊന്ന് സ്കൂളിൽ നമ്മൾ പങ്കെടുത്തുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ളതാണ്. സയൻസ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ അതിലെ വിവിധ ഗ്രേഡുകൾ വരെയുള്ള ഗ്രേഡുകൾ നമുക്ക് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, മാത്സ്, IT, വർക്ക് എക്സ്പീരിയൻസ് ഫെയർ. ഇനി മറ്റൊരു അവസരം വരുന്നത് സ്കൂളിൽ പഠ്യാനുബന്ധമായിട്ട് നടത്തുന്ന പല ക്ലബുകളിലെ നമ്മളുടെ പങ്കാളിത്തം ഇതിൽ രേഖപ്പെടുത്താനായിട്ടുണ്ട്. അതിനനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ മേധാവിൽ നിന്ന് വാങ്ങി കരുതിയിട്ടുണ്ടാവണം. അത് എത്ര ക്ലബ്ബാണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഉള്ള മുറയ്ക്ക് നമുക്ക് ആ കള്ളിയിൽ ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. അതിപ്പോ രാജ്യപുരസ്കാരമോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ മെഡലോ കിട്ടാതെയുള്ള സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് അതിന് ടിക്ക് കൊടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇത്രയാണ് ബോണസ് പോയിന്റുകളെ സംബന്ധിച്ച് വരുന്നത്. ഇനിയിപ്പോ SSLC പരീക്ഷയ്ക്ക് എടുത്ത ചാൻസുകളാണ്. ആദ്യ തവണ തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് 1ാമത്തെ തവണ. ഇനി 2ാമത്തെ തവണ പരീക്ഷയ്ക്ക് എഴുതിയിട്ടാണ് കുട്ടികൾ പാസ്സായി വരുന്നതെന്നുണ്ടെങ്കിൽ അത് 2 എന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. 2ാമത്തെ തവണ മുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ രജിസ്റ്റർ നമ്പറുകളും മാസവും കൊല്ലവും ഇവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിൽ അടുത്തായിട്ട് വരുന്നത് ഗ്രേഡുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2020 മാർച്ചിൽ പാസ്സായ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാല് ഗ്രേഡ് ആ ഡാറ്റാബേസിൽ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. പക്ഷെ എന്നിരുന്നാലും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഗ്രേഡുകൾ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് നല്ലതാണ്. മറ്റൊന്ന് 2019 അതിനു മുൻപോ പാസ്സായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡുകൾ മാനുവലായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഓരോന്നും കൊടുക്കുമ്പോഴും വലിയ ശ്രദ്ധ കാണിക്കാനായിട്ട് നല്ല കരുതൽ വേണം. അതുപോലെ തന്നെ CBSE കുട്ടികളാണെങ്കിലും ഇവിടെ ആ ഗ്രേഡുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. CBSE കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഗ്രേഡുകൾ മാത്രം മതിയാവില്ല, അവർ സ്കോർ ചെയ്തേക്കുന്ന മാർക്കുകളും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന് തത്തുല്യമായിട്ടുള്ള ഗ്രേഡുകൾ അവിടെ കറക്റ്റ് ആയിട്ട് വരികയും. അടുത്തായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ഓപ്ഷനുകൾ നൽകുക എന്നുള്ളത്. അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് സ്ട്രെസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാറ്റഗറി നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന മതം, ജാതി വിഭാഗങ്ങൾ കൃത്യമായി പ്രോസ്പെക്ടസ് നോക്കി നമ്മൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ അതിനെല്ലാം പ്രത്യേക റിസർവേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. മറ്റൊന്ന് നമ്മുടെ ലോക്കൽ ബോഡി കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് ഏതാണെന്നുള്ളത്, താലൂക്കും ജില്ലയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊക്കെ പ്രത്യേകം ബോണസ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, സെയിം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സ്കൂളിനെ സംബന്ധിച്ചോളം SNGS സ്കൂളാണെന്നുണ്ടെങ്കിൽ പ്രത്യേക വെയിറ്റേജ് ഉണ്ട് ആ അഡ്മിഷനായി. ഈ സ്കൂളിലെ പ്രവേശനത്തിനായിട്ട് പ്രത്യേകം വെയിറ്റേജ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഫില്ല് ചെയ്യണം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്, ഓപ്ഷൻ നൽകുന്ന കാര്യം. ഓപ്ഷൻ കൃത്യമായി അതിനൊരു ശാസ്ത്രീയത വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏത് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ സയൻസ് ആണെന്നുണ്ടെങ്കിൽ സയൻസിൽ തന്നെ ബയോളജി സയൻസ് ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ബയോളജി സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മുറയ്ക്ക് 5ഓ 10ഓ നമ്മളൊരു ഗ്രേഡ് കൂടെ പരിഗണിച്ചു നമ്മൾ ആദ്യത്തെ 5ഓ 10ഓ ഓപ്ഷനുകൾ നമ്മൾ കൊടുക്കും. സയൻസ് കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ ആഗ്രഹിക്കണം, രണ്ടാമത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ 5ഓ 10ഓ കഴിഞ്ഞിട്ട് കൊമേഴ്സ് മുൻഗണനാ ക്രമത്തിൽ നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോ ഗ്രേഡുകൾ താരതമ്യേന കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ സെലക്ട് ചെയ്തിട്ട്
5 or 10 അതിലേറെയോ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതിന് ഈ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ കോഡ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കോഴ്സ് കോഡുകളും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇപ്പൊ സാധാരണ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് കോമ്പിനേഷൻ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് 1 ആണ് ആ കോമ്പിനേഷൻ. ഇനി രണ്ടാമത് വരുന്ന സയൻസിലെ വളരെ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു കോമ്പിനേഷൻ ഈ സ്കൂളിലടക്കമുള്ള കോമ്പിനേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. 5 ആണ് അതിന്റെ കോഴ്സ് കോഡായിട്ട് വരുന്നത്. മറ്റൊന്ന് കൊമേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇക്കണോമിക്സ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ 39 ആണ് അതിന്റെ കോഴ്സ് കോഡായിട്ട് വരുന്നത്. ഇനി ഹ്യൂമാനിറ്റീസിൽ വളരെ കോമൺ ആയിട്ട് വരുന്നത് 10 മുതൽ 16 വരെയുള്ള കോഴ്സ് കോഡുകളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കോഴ്സ് കോഡുകളും സ്കൂൾ കോഡുകളും വളരെ കൃത്യമായി അറിഞ്ഞ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സ് സെലക്ട് ചെയ്ത് ബയോളജി സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 5 നമ്മുടെ ഗ്രേഡ് കൂടെ പരിഗണിച്ച് 5 or 10 സ്കൂൾസ് കൊടുക്കുക. അതിനുശേഷം സയൻസിന് ശേഷം നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും 5 or 10 കൊടുക്കുക. അതിനുശേഷം മാർക്ക് വീണ്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിൽ കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ഈ സംവിധാനത്തിന് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വളരെ ക്ഷമാപൂർവ്വം നമ്മൾ സമീപിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഏകജാലക സംവിധാനം. കഴിഞ്ഞ കൊല്ലം വരെ നടന്നിട്ടുള്ളത് 2 മുഖ്യ അലോട്ട്മെന്റുകളും അതിനോട് അനുബന്ധമായിട്ട് 4 or 5 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളുമാണ് നടന്നത്. അപ്പൊ ആദ്യത്തെ അലോട്ട്മെന്റിൽ, മുഖ്യ അലോട്ട്മെന്റില് നമുക്ക് ഗ്രേഡ് കൂടിയിട്ടുള്ള കൂടുതൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ കിട്ടും. അപ്പൊ അവര് നിർബന്ധമായിട്ടും അവിടെ ഫീസ് കൊടുത്ത് സ്ഥിരമായിട്ടുള്ള അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അത്രയൊന്നും ആഗ്രഹിക്കാത്ത സ്കൂളുകളിലാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കോമ്പിനേഷനുകളിലാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവര് ആദ്യത്തെ അലോട്ട്മെന്റില് സ്ഥിരമായിട്ടുള്ള അഡ്മിഷൻ അല്ല എടുക്കേണ്ടത്, താൽക്കാലിക അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഫീസ് കൊടുക്കാതെയുള്ള അഡ്മിഷൻ. അത്തരം സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ താൽക്കാലിക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മേലെയുള്ള ഓപ്ഷനുകളിൽ നമ്മളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും. ഇനിയിപ്പോ കഴിഞ്ഞ കൊല്ലം വരെ തുറന്ന രീതി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റോട് കൂടിയിട്ട് മുഖ്യ അലോട്ട്മെന്റുകൾ അവസാനം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇടത്തല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ഫീസ് കൊടുത്ത് ചേരാം, സ്ഥിര അഡ്മിഷൻ നമ്മൾ എടുക്കും. പക്ഷെ എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അതിനെ തുടർന്ന് അടുത്ത ഘട്ടത്തിൽ നടക്കുന്നത് സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങളാണ്. അപ്പൊ അത് സമീപത്തെ സ്കൂളുകളിലെ ഒഴിവുകൾ അതിനു മുൻപ് അറിയാനായിട്ട് സംവിധാനം ഒരുക്കും. അത് നോക്കിയിട്ട് നമ്മൾ ആ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾക്ക് നമ്മൾ അപേക്ഷ നൽകും. അപ്പോൾ ഒട്ടുമിക്കവാറും കുട്ടികൾക്ക് ആ മാറ്റത്തിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോമ്പിനേഷനുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കുന്നത് ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിരിക്കും. ഇതുവരെ കിട്ടാത്ത കുട്ടികൾ, അത് ഞാൻ പറഞ്ഞത് ഈ ആദ്യത്തെ 2 അലോട്ട്മെന്റ് കഴിയുമ്പോഴും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നമുക്ക് അതുവരെയുള്ള ഒഴിവുകൾ കണക്കിലെടുത്ത് നമ്മൾ അലോട്ട്മെന്റ് നടത്തും. അപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ ഏറെക്കുറെ നമുക്ക് കിട്ടിയെന്ന് വരാം. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും വീണ്ടും ഒരു സ്കൂൾ കോമ്പിനേഷൻ മാറ്റം നടക്കും. അപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറെക്കുറെ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും പോകാനായിട്ടുള്ള അവസരം വരും. അപ്പോൾ പ്രത്യേകിച്ചും മാർക്ക് കുറവുള്ള കുട്ടികൾ ധൃതി വെക്കരുത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ സാവകാശം അറിയിപ്പുകൾ പത്രത്തിലൂടെയും മറ്റും സ്കൂളുകളിലൂടെയും അധ്യാപകരൊക്കെ മുഖേന നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിച്ച് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെയും ഈ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങളിലൂടെയും നമ്മൾ അപേക്ഷ നൽകി അവനവന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏറെക്കുറെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടൊരു ഘടകമാണ്. അപ്പൊ ആ കാര്യത്തിൽ കുട്ടികളെക്കാൾ ഏറെ രക്ഷിതാക്കളാണ് അവരെ ഒന്ന് അനുനയിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
പെട്ടെന്ന് ആയത് 2 അലോട്ട്മെന്റുകൾ കഴിഞ്ഞു, അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ ആകെ ധൃതി വെച്ച് നമ്മൾ അൺഎയ്ഡഡ് സ്കൂളുകളിലും മറ്റുമൊക്കെ കനത്ത ഫീസ് കൊടുത്ത് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ പിന്നീട് നമുക്ക് ഈ ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ട് തിരിച്ചു വരുന്ന ഫീസ് തന്നില്ല എന്നൊക്കെ വരാം ഒരു പക്ഷേ. അപ്പൊ അത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് സാവകാശം എടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനുകളിൽ കിട്ടും. ഇതുവരെയുള്ള അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ ഒരു എളിയ ഉദ്യമം ഉപസംഹരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം വരെ പിന്തുടർന്ന രീതികൾ അവലംബിച്ചിട്ടാണ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരാം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് പത്രമാധ്യമങ്ങളിലൂടെയും അധ്യാപകർ മുഖേന നിങ്ങൾ അറിയുവാനായിട്ട് പരിശ്രമിക്കണം. ഇതില് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ട രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമ്മൾ സമീപത്തെ എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ ഏതെങ്കിലും ഒരിടത്ത് അത് സമർപ്പിക്കുകയാണ്, ആ പ്രിന്റ് ഔട്ട്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും വേണം. സ്വയം സാക്ഷ്യപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ആധാർ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് പ്രിന്റ് ഔട്ട്, മറ്റേ കലാകായിക, സ്കൗട്ട് ഗൈഡ് എന്നിവയുടെയൊക്കെ കോപ്പികൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ ഉൾപ്പെടെയുള്ളത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു സ്കൂളിൽ സമർപ്പിക്കുക. 25 രൂപയാണ് കഴിഞ്ഞ കൊല്ലം വരെ ഒരു രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെസിപ്റ്റും കൂടെ നമ്മൾ വാങ്ങിക്കും. അതോടൊപ്പം തന്നെ ആ തരുന്ന റെസിപ്റ്റിലുള്ള അപ്ലിക്കേഷൻ നമ്പർ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ പ്രവേശനത്തിന്റെ കാര്യങ്ങൾ തുടർന്ന് നമുക്ക് അറിയാനായിട്ട് അടിസ്ഥാനപ്പെടുത്തേണ്ടത് ഈ ഒരു നമ്പറാണ്. പിന്നെ മറ്റൊന്ന്, ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാം. സർക്കാർ ഇപ്പോൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വീടുകളിൽ ഇരുന്ന് ചെയ്യാം, അധ്യാപകരെ സമീപിച്ച് സ്കൂളുകളിൽ ചെയ്യാം, അക്ഷയ കേന്ദ്രങ്ങളിൽ ചെയ്യാം. അങ്ങനെയുള്ള ഏത് ഉപാധികളെ വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കാം. തെറ്റുകൾ വരാതിരിക്കാം, അതാണ് നമ്മളിവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. തെറ്റുകൾ വരാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കഴിഞ്ഞ കൊല്ലം വരെ ചെയ്യുന്ന രീതി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി കിട്ടുന്ന പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളുടെ കോപ്പികളും സമർപ്പിക്കണം നിർബന്ധമായിട്ടും. അക്കാര്യം ഒരു കാരണവശാലും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കും. എനിക്ക് ഈ ഒരു അവസരം തന്ന SNGS സ്കൂളിലെ PTA, പ്രിൻസിപ്പൽ, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും വളരെ നിറഞ്ഞ നന്ദി ഈ സാഹചര്യത്തിൽ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.